السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله العظيم. وقال النبي صلى الله عليه وسلم: ألا تعجبون كيف يصرف الله عني شر قريش يشتمون مذمما ويلعنون مذمما وأنا محمد صلى الله عليه وسلم أو كما قال عليه الصلاة والسلام. नाम मोहम्मद से दिलों को सुरूर मिलता है, निगाह फिक्र को ताज़ा शऊर मिलता है। नसीब कैसा भी हो मोहम्मद का वासिता देकर, नसीब कैसा भी हो मोहम्मद का वासिता देकर, खुदा से जो भी मांगे ज़रूर मिलता है। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद। अल्लाहुम्मा सल्लि अला सय्यिदिना मुहम्मद व अला आलि सय्यिदिना मुहम्मद व बारिक वसल्लिम अलैहि। ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. അല്ലാഹുവിനെ അനുസരിച്ച് ആരാധിച്ച് ജീവിക്കുന്ന, സത്യവിശ്വാസത്തിലായി തന്നെ മരണപ്പെട്ട് പരലോക വിജയം നേടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ശരിയായ രീതിയിൽ പഠിക്കുവാനും പകർത്തുവാനും പ്രചരിപ്പിക്കുവാനും അതിലൂടെ പരലോക വിജയം നേടുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം വരെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ജനനത്തിന് ശേഷം അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ കാബയിലേക്ക് കൊണ്ടുപോവുകയും കാബയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തങ്ങൾക്ക് മുഹമ്മദ് എന്ന് പേരിടുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. എന്തിനാണ് അബ്ദുൽ മുത്തലിബ് പൊതുവെ അറബികളിൽ പരിചയമില്ലാതിരുന്ന മുഹമ്മദ് എന്ന പേരിട്ടത്? അബ്ദുൽ മുത്തലിബ് ഒരു സ്വപ്നം കാണുകയുണ്ടായി. തന്റെ ശരീരത്തിന്റെ പുറകിൽ നിന്ന്, മുതുകിൽ നിന്ന് ഒരു ചങ്ങല ഇങ്ങനെ പുറത്തേക്ക് വന്ന് അത് ലോകം മുഴുവനും ഇങ്ങനെ ചുറ്റുന്നതായിട്ട്, ലോകത്തിന്റെ മുഴുവൻ ദിശകളിലേക്കും അതിങ്ങനെ വലയം ചെയ്യുന്നതായിട്ട് സ്വപ്നം കണ്ടു. ആകാശത്തേക്കും ഭൂമിയിലേക്കും വലത്തേക്കും അടുത്തേക്കും എല്ലാം ഇങ്ങനെ പോയി ആ ചങ്ങല ഇങ്ങനെ ലോകം മുഴുവനും നിറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ചങ്ങല ഒരു വൃക്ഷമായി മാറി, ഒരു മരമായി മാറി. അതിൽ നിറച്ച് ഇലകളുണ്ട്. ആ ഓരോ ഇലകളും സൂര്യനെ പോലെ പ്രകാശിക്കുന്നു. ഒരുപാട് മനുഷ്യര് ആ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു, അതിലിങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നു. ഖുറൈശികളിലും പെട്ട കുറെ ആളുകൾ അതിലിങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കുന്നതായി കാണുകയുണ്ടായി. എന്നാൽ ഉടൻ കുറെ ആളുകൾ വരികയും ആ മരത്തെ ഇങ്ങനെ മറിച്ചിടാൻ വേണ്ടി, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു.
അപ്പോൾ ആരോ വന്നിട്ട് അവരെയൊക്കെ ഇങ്ങനെ തട്ടി മാറ്റിക്കൊണ്ടിരിക്കുന്നു, ആ മരത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്വപ്നം അബ്ദുൽ മുത്തലിബ് കാണുകയുണ്ടായി. ഇതിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളെ സമീപിച്ച് അന്വേഷിച്ചപ്പോൾ അവർ അദ്ദേഹത്തിന് കൊടുത്ത മറുപടിയാണ്, താങ്കളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു, വലിയ സ്ഥാനവും മഹത്വവും ഉന്നതിയും ഒക്കെയുള്ള ഒരു കുഞ്ഞായിരിക്കും അത്. അദ്ദേഹത്തിന്റെ സ്ഥാനവും മഹത്വവും അംഗീകാരവും ഒക്കെ ലോകം മുഴുവനും നിറയുന്നതാണ്. അദ്ദേഹത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടി, ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഖുറൈശികളിൽ തന്നെ പെട്ട, മക്കക്കാരിൽ തന്നെ പെട്ട ആളുകൾ പരിശ്രമിക്കും. പക്ഷെ അതൊന്നും വിലപ്പോവുകയില്ല. ഈ സൂചനയാണ് ഈ സ്വപ്നത്തിലൂടെ നൽകുന്നത് എന്ന് പറയുകയുണ്ടായി. അങ്ങനെ അബ്ദുള്ളയുടെ മകനായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചപ്പോൾ ലോകം മുഴുവനും അറിയപ്പെടുന്ന, ലോകം മുഴുവനും സ്തുതിക്കുന്നതായ ഒരു മകനായി മാറണമെന്ന ആഗ്രഹത്തിൽ അബ്ദുൽ മുത്തലിബ് ആ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടുകയുണ്ടായി. നബിതങ്ങൾക്ക് മാത്രമല്ല, പല ആളുകൾക്കും മക്കയിൽ ആ സമയത്ത് മുഹമ്മദ് എന്ന പേരുണ്ടായിരുന്നു. ചരിത്രത്തിൽ പ്രധാനമായി 4 ആളുകളുടെ പേര് മുഹമ്മദ് എന്ന കാലഘട്ടത്തിലുള്ളതായി കിതാബുകളിൽ വരുന്നുണ്ട്. അതിലൊരാളോട് ചോദിക്കപ്പെടുകയുണ്ടായി, ജാഹിലിയ കാലഘട്ടത്തിൽ താങ്കളുടെ വാപ്പ എന്തിനാണ് താങ്കൾക്ക് മുഹമ്മദ് എന്ന പേരിട്ടത്? അപ്പൊ അദ്ദേഹം അതിന് മറുപടിയായി പറഞ്ഞ ഒരു സംഭവം വരുന്നു. 4 പേർ അവർ ഒരു യാത്ര പോവുകയുണ്ടായി. ഒരു കാലത്ത് യാത്രയിൽ എവിടെയോ ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്തെത്തി. അവിടെ ഒരു പുരോഹിതനായ ആളെ കാണുകയുണ്ടായി. അദ്ദേഹം അവർക്ക് ഭക്ഷണവും മറ്റുമൊക്കെ കൊടുത്ത് അവരെ സൽക്കരിച്ചു. അവർ ഹിജാസിൽ നിന്ന്, മക്കയിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ, ഖുറൈശികളിൽ നിന്ന് വന്നവരാണെന്ന് പറഞ്ഞപ്പോൾ ആ പുരോഹിതൻ അവരോട് മറുപടി പറഞ്ഞു, ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്നതനുസരിച്ച് അന്ത്യപ്രവാചകനായ ഒരു കുഞ്ഞ് അത് മക്കയിലാണ് ജനിക്കുന്നത്. കിതാബുകളിൽ അദ്ദേഹത്തിന്റെ പേര് പോലും പറയപ്പെടുന്നുണ്ട് മുഹമ്മദ് എന്നാണ്. ഇത് ഞങ്ങളുടെ കിതാബുകളിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യമാണെന്ന് അവരോട് അദ്ദേഹം പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ ആ 4 പേരും നിയത്ത് ചെയ്യുകയുണ്ടായി, ഞങ്ങൾക്കൊരു ആൺകുട്ടി ജനിക്കുകയാണെങ്കിൽ അവന് മുഹമ്മദ് എന്ന പേരിടണം. എങ്ങാനും ഭാഗ്യവശാൽ ആ കുഞ്ഞ് പ്രവാചകനായി മാറിയാലോ എന്ന ആഗ്രഹത്തിൽ, താല്പര്യത്തിലാണ് ആ 4 പേരും പിന്നീട് മക്കയിലേക്ക് തിരിച്ചെത്തി. അവർക്ക് 4 പേർക്കും ആൺകുട്ടികൾ ഉണ്ടായി. ആ 4 പേരും മക്കൾക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു. ചില ചരിത്രങ്ങളിൽ ആ 4 പേർ ഒരാൾ അബ്ദുൽ മുത്തലിബ് ആയിരുന്നു എന്നും പറയപ്പെടുന്നു. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവായി തീരുമാനിച്ച് നൽകിയതായ ആ പേര് വളരെ ഉന്നതമായ പേരാണ്. മുഹമ്മദ്, സ്തുതിക്കപ്പെടുന്നവർ, ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്നവർ, ആവർത്തിച്ച് സ്തുതിക്കപ്പെടുന്ന വ്യക്തി. പേര് ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ തങ്ങളെ ഒരാൾക്കും കളിയാക്കാൻ പോലും പറ്റൂല. മുഹമ്മദ് എന്ന് പേര് വിളിച്ച് കളിയാക്കിയാൽ തന്നെ ആ പേര് വിളിക്കുമ്പോൾ തന്നെ അതെന്തായി? സ്തുതിയായി മാറി. മക്ക കുഫാറുകൾ നബിതങ്ങളെ കളിയാക്കുന്നതായ സമയത്ത് അവർ പിന്നീട് ആലോചിച്ചു, നമ്മൾ തന്നെ മുഹമ്മദിനെ പേര് വിളിക്കുന്നു, എന്നിട്ട് നമ്മൾ തന്നെ മുഹമ്മദിനെ കളിയാക്കുന്നു. ഇത് വൈരുദ്ധ്യമായ സംഭവങ്ങളല്ലേ. അതുകൊണ്ട് ഇനി മുഹമ്മദ് എന്ന പേര് വിളിക്കണ്ട, നമുക്ക് മുഹമ്മദ് എന്ന് മാറ്റിയിട്ട് മുസമ്മം എന്ന് വിളിക്കാം. മുസമ്മം എന്ന് പറഞ്ഞാൽ മോശമായ വ്യക്തി, ആക്ഷേപിക്കപ്പെടുന്ന വ്യക്തി എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ അവർ നബിതങ്ങളെ പിന്നീട് കളിയാക്കുമ്പോൾ മുഹമ്മദ് എന്ന് പറയാതെ മുസമ്മം എന്ന് വിളിച്ച് കളിയാക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അലാ തഅജബൂൻ കൈഫ യുസ്രിഫുല്ലാഹു അന്നി ശത്മ ഖുറൈശിൻ വലഅനഹും. ഖുറൈശികളുടെ ആക്ഷേപവും ശാപവും ഒക്കെ എങ്ങനെയാണ് അല്ലാഹു എന്നിൽ നിന്നും തട്ടി മാറ്റിയത്, നിങ്ങൾക്ക് കണ്ടിട്ട് അത്ഭുതം തോന്നുന്നില്ലേ? യഷ്തിമൂന മുസമ്മമൻ വയൽഅനൂന മുസമ്മമൻ വഅന മുഹമ്മദ്. അവര് കളിയാക്കുന്നത്, അവര് ചീത്ത പറയുന്നത്, അവര് ശപിക്കുന്നത് അത് മുസമ്മബിനെയാണ്. ഞാൻ മുസമ്മമല്ല, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വശഖ ലഹു മിൻ ഇസ്മിഹി ലിയുജില്ല ഫദുൽ അർശി മഹ്മൂദുൻ വഹാദാ മുഹമ്മദു.
അള്ളാഹു നബിതങ്ങളുടെ സ്ഥാനത്തെ, മഹത്വത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ നിന്ന് തന്നെയാണ് അള്ളാഹു തങ്ങളുടെ പേരിന് എടുത്തു നൽകിയത്. അർശിന്റെ ഉടമസ്ഥനായ അള്ളാഹു മഹ്മൂദാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നബിതങ്ങൾക്ക് നൽകിയ പേരിന് പോലും ഇത്രയും വലിയ മഹത്വം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂലെ, തങ്ങളുടെ പേരിനെ, തങ്ങളുടെ സ്മരണയെ ഞാൻ ഉയർത്തിയില്ലേ? എവിടെയൊക്കെ അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുന്നുണ്ടോ അതിനോടൊപ്പം അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിനെയും അള്ളാഹു ചേർത്ത് വെക്കുകയുണ്ടായി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറച്ചു നാള് ആമിന ബീവി സംരക്ഷിക്കുകയുണ്ടായി, പരിപാലിക്കുകയുണ്ടായി. മക്കയിലെ ഏറ്റവും വലിയ നേതാവിന്റെ കുടുംബത്തിലാണ് ജനിച്ചതെങ്കിൽ പോലും വലിയ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരുന്നു. വലിയ ഔദാര്യവാനായിരുന്നു അബ്ദുൽ മുത്തലിബ്. കിട്ടുന്ന കാശെല്ലാം ജനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും, ഹാജിമാർക്ക് വേണ്ടി ചെലവഴിക്കും. അങ്ങനെ വലിയ ദാരിദ്ര്യമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. അവിടുത്തെ പൊതുവെയുള്ള ഒരു ശൈലിയായിരുന്നു ജനിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കുറച്ചു നാളത്തേക്ക് ഗ്രാമങ്ങളിലേക്ക് കൊടുത്തേക്കും. ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ വരികയും ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോവുകയും ചെയ്യും, അവരെ പാല് കൊടുക്കുന്നതിന് വേണ്ടി, വളർത്തുന്നതിന് വേണ്ടി. പട്ടണത്തിലുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യാനുള്ള കാരണം പ്രധാനമായും ഗ്രാമത്തിന്റെ അന്തരീക്ഷം പൊതുവെ ശുദ്ധമായ അന്തരീക്ഷമായിരിക്കും, നല്ല കാലാവസ്ഥയായിരിക്കും. നല്ല അന്തരീക്ഷത്തിൽ, നല്ല ചുറ്റുപാടിൽ വളരുന്നതിലൂടെ കുഞ്ഞിന്റെ ജീവിതത്തിൽ വളർച്ചയിൽ വ്യത്യാസമുണ്ടാകും. രണ്ടാമതായി, ഗ്രാമത്തിന്റെ ഭാഷ ശുദ്ധമായ ഭാഷയായി. പട്ടണത്തിലെ ഭാഷ എന്ന് പറയുമ്പോൾ പല നാടുകളിൽ നിന്ന് ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഭാഷയിൽ കലർപ്പുണ്ടാകും. ഗ്രാമത്തിന്റെ ഭാഷ ശുദ്ധമായ ഭാഷയായിരിക്കും. അപ്പൊ കുഞ്ഞുങ്ങൾ ശുദ്ധമായ ഭാഷയിൽ വളരുന്നതിന് വേണ്ടിയാണ് ഗ്രാമങ്ങളിലേക്ക് കൊടുത്തയക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ഭക്ഷണവും ശുദ്ധമായതായിരിക്കും, കലർപ്പൊന്നുമില്ലാത്ത പ്രകൃതിദത്തമായ ഭക്ഷണമായിരിക്കും അവർ കഴിക്കുന്നത്. അതും ആരോഗ്യത്തിന്, വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാരണങ്ങളുടെ പേരിലാണ് പട്ടണത്തിൽ നിന്നും ആളുകൾ കുഞ്ഞുങ്ങളെ അങ്ങോട്ടേക്ക് കൊടുത്തുവിടുന്നത്. ഗ്രാമത്തിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, ഗ്രാമത്തിൽ പൊതുവെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസവും ദാരിദ്ര്യവും ഒക്കെ ആയിരിക്കും. അപ്പൊ ഇത് അവരുടെ ഒരു വരുമാന മാർഗമായി അവർ സ്വീകരിച്ചിരുന്നു. പട്ടണത്തിലേക്ക് പോയി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് അവരെ വളർത്തും, അവർക്ക് പാല് കൊടുക്കും. അതിന് പകരമായി അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒക്കെ ശമ്പളം, വരുമാനം കിട്ടും. രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങളായിരുന്നു. അപ്പൊ പ്രധാനമായും മക്കയിലെ ഗ്രാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമമായിരുന്നു ബനൂ സഅദ്. ബനൂ സഅദ് ഗോത്രം താമസിക്കുന്നതായ സ്ഥലം. പറയപ്പെടുന്നു ഏറ്റവും ശുദ്ധമായ ഭാഷ സംസാരിക്കുന്ന പ്രദേശം അത് ബനൂ സഅദ് ഗോത്രമായിരുന്നു. ഏറ്റവും അറബികളിൽ ഏറ്റവും ശുദ്ധമായ ഭാഷ സംസാരിക്കുന്നത്. അവർ ഓരോ വർഷത്തിൽ മക്കയിലേക്ക് വരികയും കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുകയും ചെയ്യും. അപ്പൊ അത് കാത്ത് ആമിന ബീവി ഇരിക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുത്തുവിടുന്നതിന് വേണ്ടി. അന്ന് അവിടെ നിന്നും 10 കുടുംബങ്ങൾ മക്കയിലേക്ക് പുറപ്പെട്ടു. അതിലൊന്നായിരുന്നു ഹലീമ ബീവി. ഹലീമ ബീവിയും ഭർത്താവും വളരെ ബലഹീനമായ ഒരു വാഹനത്തിലായിരുന്നു, ഒരു മൃഗത്തിലായിരുന്നു സഞ്ചരിച്ചത്. വലിയ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമായിരുന്നു. കൂടെയുള്ളവർ ഇവരുടെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചു. കാരണം ഈ മൃഗം മര്യാദയ്ക്ക് സഞ്ചരിക്കുന്നില്ല, ഇതിനെ കാത്തു നിൽക്കുന്നതിന്റെ പേരിൽ ഒരുപാട് സമയം അവർക്ക് നഷ്ടപ്പെടുന്നു. അവസാനം അവർ പറഞ്ഞു, നിങ്ങൾ പതിക്കവാൻ, ഞങ്ങൾ പൊയ്ക്കൊള്ളാം. ആ 9 കുടുംബവും നേരത്തെ തന്നെ മക്കയിലെത്തി. ഇവർ പതുക്കെയാണ് മക്കയിലെത്തിയത്. അവരെല്ലാവരും വന്നു. അപ്പോൾ മക്കയിലുള്ളതായ കുഞ്ഞുങ്ങളെ അന്വേഷിച്ചു. ആദ്യം എല്ലാവരും നബിതങ്ങളുടെ അടുക്കലെത്തി. ആദ്യം അവർ അന്വേഷിച്ചത് ഈ കുഞ്ഞിന് വാപ്പയുണ്ടോ ഇല്ലേ, യതീമാണ്, വാപ്പ മരണപ്പെട്ടു, കുടുംബം വലിയ ദാരിദ്ര്യത്തിലുമാണ്. അപ്പൊ പിന്നെ ഈ കുഞ്ഞിനെ എടുക്കുന്നതിന്റെ പേരിൽ നമുക്ക് ഭൗതികമായ ഗുണമൊന്നുമില്ല, സമ്പത്തൊന്നും വരുമാനമൊന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ 9 പേരും നബിതങ്ങളെ ഉപേക്ഷിച്ച് മറ്റു കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് പോയി. കിട്ടാവുന്ന കുട്ടികളെയൊക്കെ അവരെടുത്തു കഴിഞ്ഞു. അവസാനമാണ് ഹലീമ ബീവി എത്തുന്നത്. വരുമ്പോൾ കുഞ്ഞുങ്ങൾ, അവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ തീർന്നു. ആകെ ഉണ്ടായിരുന്നത് മുഹമ്മദ് എന്ന ഒരു അനാഥനായ ബാലൻ മാത്രമാണ്.
അവര് തമ്മിൽ ആലോചന നടത്തി. വെറും കൈയോടുകൂടി തിരിച്ചു പോകണോ, അതല്ല ഈ കുഞ്ഞിനെയും കൊണ്ടുപോകണം. ഒടുവിൽ പറഞ്ഞു, വെറും കൈയോടുകൂടി തിരിച്ചു പോകുന്നതിൽ അർത്ഥമില്ല. യതീമെങ്കിൽ യതീമ്, നമുക്ക് ഇതിനെയും കൊണ്ടുപോകാം. അസല്ലാഹു അയ്യജഅലനാ ഫീഹി ബറക. ഒരുപക്ഷെ അള്ളാഹു ഈ കുഞ്ഞിലൂടെ നമുക്ക് വല്ല ബർക്കത്തും നൽകിയേക്കാം, നമുക്ക് കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ച് അവർ വീട്ടിന്റെ ഉള്ളിലേക്ക് കയറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തേക്ക് നോക്കി. ആ സുന്ദരമായ, ആ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന നബിതങ്ങളുടെ മുഖം കണ്ട് അവരതിൽ അലിഞ്ഞുപോയി. എന്തായാലും ഇനി ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു. അതൊരു നിമിത്തമായിരുന്നു. ആ ഒരു തീരുമാനത്തിലൂടെ ഹലീമ ബീവിയുടെയും ഭർത്താവിന്റെയും ജീവിതത്തിൽ, അവരുടെ കുടുംബത്തിൽ മുഴുവൻ ബർക്കത്തുകളോട് ബർക്കത്തായിരുന്നു. ബാക്കിയുള്ള 9 പേരും അവരുടെ ലക്ഷ്യം സമ്പത്തായിരുന്നു, അവർക്ക് നഷ്ടപ്പെട്ടു പോയി. ഇവരുടെ ലക്ഷ്യം ബർക്കത്തായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിലൂടെ അവരുടെ ജീവിതത്തിൽ മുഴുവനും ബർക്കത്ത് നൽകി. ഇത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദുനിയാവിനെ, ഏത് കാര്യത്തിൽ ദുനിയാവിനെ ലക്ഷ്യം വെക്കുന്നുവോ അവിടെ ഒരുപക്ഷെ ബർക്കത്ത് നഷ്ടപ്പെട്ടു. എവിടെ അള്ളാഹുവിന്റെ കൽപ്പനയെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ, ദീനിനെ മുൻഗണന കൊടുക്കുന്നുവോ അവിടെ ബർക്കത്ത് മാത്രമായിരിക്കും. നിക്കാഹുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഹദീസിൽ നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളതാണ്. സാധാരണ ആളുകൾ നിക്കാഹിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി പല കാര്യങ്ങൾക്കും മുൻഗണന കൊടുക്കും. ചിലര് സമ്പത്തിന്, ചിലര് കുടുംബ മഹിമയെ, ചിലര് സൗന്ദര്യത്തെ ഒക്കെ മുൻഗണന കൊടുക്കും. ദീനിന് മുൻഗണന കൊടുത്താൽ അതിലൂടെ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ദീൻ അല്ലാത്ത വേറെ ഏത് കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നോ അതിലൂടെ നഷ്ടവും നാശവും മാത്രമായിരിക്കും ഉണ്ടാവുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആ രീതിയിൽ അവർ ഹലീമ ബീവിയും ഭർത്താവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവരവരുടെ ഒട്ടകത്തിൽ, ഒട്ടകമോ കഴുതയോ 2 തരത്തിൽ വായിച്ചു വരുന്നുണ്ട്, അതിൽ കയറിയിരുന്നു. ഭർത്താവ് മുമ്പിലിരുന്നു, പുറകിലെ ഹലീമ ബീവി, മടിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ ഒട്ടകം അനങ്ങുന്നില്ല, അത് നടക്കാൻ തയ്യാറാകുന്നില്ല. പല പരിപാടിയും നോക്കി, പക്ഷെ ഒട്ടകം അനങ്ങുന്നില്ല. ഒടുവിൽ അവസാനം ഭർത്താവ് പറഞ്ഞു, ഹലീമ നീ മുമ്പിലിരിക്കും, ഞാൻ പുറകിലിരിക്കും. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൊണ്ട് ഹലീമ ബീവി ഒട്ടകത്തിന്റെ മുൻഭാഗത്തിരുന്നു, ഭർത്താവ് പുറകെ ഇരുന്നു. ഒട്ടകം വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. നബി തങ്ങളുടെ ബർക്കത്ത്. ഇത് ലോകത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ പോകുന്ന കുഞ്ഞാണ്. അതുകൊണ്ട് എവിടെയും ഈ കുഞ്ഞ് മുൻപന്തിയിൽ തന്നെ ആയിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ നിർത്തുന്നു, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരും. അത് നമ്മുടെ ജീവിതത്തിന്റെയും യാഥാർത്ഥ്യമാണ്. എവിടെ നമ്മൾ നബിതങ്ങളെ മുന്നിലാക്കുന്നോ, നബിതങ്ങളുടെ ജീവിതത്തെ, നബിതങ്ങളുടെ സുന്നത്തിനെ, നബിതങ്ങളുടെ അധ്യാപനങ്ങളെ മുന്നിലാക്കുന്നോ, നമ്മൾ ഉറപ്പായിട്ടും വിജയത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർക്കും. നമ്മൾ എത്തിച്ചേരും. എവിടെ നബിതങ്ങളുടെ സുന്നത്തിനെ നമ്മൾ പുറകോട്ട് മാറ്റി വെക്കുന്നുവോ അവിടെ നമ്മൾ പരാജയപ്പെടും. അങ്ങനെ വേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ വന്നതായ 9 പേരും നേരത്തെ പുറപ്പെട്ടു പോയായിരുന്നു. പുറകിൽ നിന്ന് വന്നതായ ഇവർ വേഗത്തിൽ സഞ്ചരിച്ച് അവരെയും കടന്നുപോയി. അത്ഭുതപ്പെട്ടുകൊണ്ട് കൂടെ വന്നവർ ചോദിച്ചു, ഹലീമ നീ നിന്റെ മൃഗത്തെ മാറ്റിയോ, ഒട്ടകത്തെ മാറ്റിയോ? അവർ പറഞ്ഞു, ഒട്ടകം അത് തന്നെയാണ്, പക്ഷെ സഞ്ചരിക്കുന്ന ആള് മാറി. എല്ലാവർക്കും അത്ഭുതമായി. ഇത് ഈ കുഞ്ഞിന്റെ ബർക്കത്താണെന്ന് അവർ തിരിച്ചറിയാൻ തുടങ്ങി. നേരത്തെ പറഞ്ഞതുപോലെ വലിയ ദാരിദ്ര്യത്തിലും പ്രയാസത്തിലും ഒക്കെയാണ് അവർ ഇങ്ങോട്ടേക്ക് വന്നത്. സ്വന്തം കുഞ്ഞിന് പോലും പാല് കൊടുക്കാൻ അവർക്ക് പാലില്ലായിരുന്നു. പാല് കിട്ടാത്തതിന്റെ പേരിൽ ദിവസം മുഴുവനും ആ കുഞ്ഞ് കരയുമായിരുന്നു. അതിന്റെ പേരിൽ ഇവർക്കും ഉറക്കം നഷ്ടപ്പെടുമായിരുന്നു. ആ നാട്ടിലും ഒരു വരൾച്ചയുടെ കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കും ഭക്ഷണം കിട്ടൂലായിരുന്നു. അതിന്റെ പേരിൽ മൃഗങ്ങളിലും പാലില്ലായിരുന്നു. ഇങ്ങനെ വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനൂ സഅദിലേക്ക് കടന്നു വന്നതോടുകൂടി വല്ലാത്ത വ്യത്യാസമുണ്ടായി. ഹലീമ ബീവിയുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി, വീട്ടിൽ വ്യത്യാസമുണ്ടായി. ആ മൃഗങ്ങൾ, ആ ആടുകൾ മേയാൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വയറ് നിറഞ്ഞുകൊണ്ട് വരുന്നു. അതിന്റെ അകില് നിറച്ച് പാലുണ്ടാകുന്നു. ആളുകൾ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ നമ്മളുടെ മൃഗങ്ങളെയും ഹലീമ എവിടെയാണോ മേയാൻ വിടുന്നത് അങ്ങോട്ടേക്ക് വിടാത്തെന്താ? പിന്നീട് അവർക്ക് മനസ്സിലായ യാഥാർത്ഥ്യം അതൊന്നുമല്ല, ആ വീട്ടിൽ വന്ന കുഞ്ഞിന്റെ വ്യത്യാസമാണ്. ഹലീമ ബീവിയുടെ മാറിടത്തിലും പാലുണ്ടായി. 2 പേരും നന്നായി കുടിക്കാൻ തുടങ്ങി. അതിന്റെ പേരിൽ അവർ സ്വസ്ഥമായി കിടന്നുറങ്ങി. അന്നു മുതൽ ഹലീമ ബീവിക്കും സ്വസ്ഥമായി ഉറങ്ങാൻ കഴിഞ്ഞു.
കിതാബുകളിലൂടെ വരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലതുവശത്തു നിന്നായിരുന്നു കുടിച്ചിരുന്നത്. ഹലീമ ബീവിയുടെ മകനെ ഇടതുവശത്തു നിന്നായിരുന്നു കുടിപ്പിച്ചിരുന്നത്. ഒരിക്കൽ ഹലീമ ബീവി വിചാരിച്ചു കൂടുതൽ പാല് കുടിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വലതുവശത്ത് കുടിപ്പിച്ചതിന് ശേഷം ഇടതുവശത്ത് കുടിപ്പിക്കാൻ വേണ്ടി പോയി നബിതങ്ങൾ കുടിച്ചില്ല. കാരണം അത് തന്റെ സഹോദരന്റെ ഹക്കാണ്. സഹോദരന്റെ ഹക്കിൽ കൈകടത്താൻ പാടില്ല എന്ന ഒരു അധ്യാപനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ നൽകുന്നത് എന്ന് മഹാന്മാർ പറയുന്നു. നബിതങ്ങൾ ഒരിക്കലും ഇടതുവശത്ത് നിന്ന് കുടിച്ചിട്ടേയില്ല. അത് തന്റെ സഹോദരന്റെ ഹക്കാണ്. ഒരിക്കലും സഹോദരന്റെ ഹക്കിനെ, സഹോദരന്റെ അവകാശത്തെ കൈയടക്കാൻ പാടില്ല എന്ന ഒരു പാഠമായിരുന്നു നബിതങ്ങൾ അതിലൂടെ നൽകിയത്. നമ്മുടെ ജീവിതത്തിലും പഠിക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഒരിക്കലും ആരുടെയും ഹക്ക് നമ്മൾ അപഹരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഭാവിയിൽ കളിയാക്കാനുള്ള ഒരു സാധ്യതയായിരുന്നു. സ്വന്തം സഹോദരന്റെ ഹക്ക് അപഹരിച്ച മനുഷ്യനാണ് ഇപ്പോൾ ലോകത്ത് വലിയ അധ്യാപനങ്ങളുമായി നടക്കുന്നത്. അതിന് പോലും വക കൊടുക്കാതിരിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നബിതങ്ങളുടെ ബാല്യത്തെ, നബിതങ്ങളുടെ കുട്ടിക്കാലത്തെ തർത്തീബാക്കുകയുണ്ടായി. അങ്ങനെ വലിയ സന്തോഷത്തിൽ, വലിയ സമാധാനത്തിൽ, വലിയ ബർക്കത്തിൽ കഴിഞ്ഞുകൂടി 2 വർഷം പോയതറിഞ്ഞില്ല. 2 വർഷത്തേക്കാണ് സാധാരണ കൊണ്ടുപോകുന്നത് കുഞ്ഞുങ്ങളെ. 2 വർഷം കഴിഞ്ഞ് തിരിച്ച് ആമിനയുടെ അടുക്കൽ കൊണ്ടുവന്നു. എന്നിട്ട് വീണ്ടും ആവശ്യപ്പെട്ടു, ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് ഇനിയും തരണം. ഒരുപാട് നിർബന്ധിച്ചു, പല പദ്ധതികൾ നോക്കി. അവിടെ ആ സമയത്ത് മക്കയിൽ ഒരു രോഗം ഇങ്ങനെ പടരുന്ന സമയമായിരുന്നു. ഇവിടെ രോഗമാണ്, എല്ലായിടത്തും രോഗം പടരുകയാണ്. ഈ കുഞ്ഞിവിടെ നിന്നാൽ ശരിയാകില്ല, അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് ആമിന ബീവിയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി. കാരണം ഇത്രയും ബർക്കത്തുള്ള, ഇത്രയും സുന്ദരനായ, ഇത്രയും നല്ല ഒരു കുഞ്ഞിനെ പിരിയാൻ ആർക്കാണ് സാധിക്കുന്നത്? എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവർ വീണ്ടും നബിതങ്ങളെയും കൊണ്ടുപോയി. വീണ്ടും കുറച്ചു നാള് ബനു സാദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളർന്നു. 4 വയസ്സോളം ഏകദേശം. ആ സമയത്താണ് നബിതങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നത്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെ ശിഖ്ഖുസ് സദ്ർ, നബിതങ്ങളുടെ നെഞ്ച് പിളർക്കപ്പെട്ടതായ സംഭവം. നബിതങ്ങളുടെ ജീവിതത്തിൽ ആകെ 4 തവണയാണ് ശിഖ്ഖുസ് സദ്ർ ഉണ്ടായത്. നമ്മൾ ഈ ഒരു സംഭവം മാത്രമാണ് സാധാരണ കേൾക്കാറുള്ളത്. ഒന്ന് ബനു സാദിൽ താമസിക്കുന്നതായ സമയത്ത്, രണ്ടാമതായി 10 വയസ്സായ സമയത്ത്, മൂന്നാമത് നബിതങ്ങളുടെ നുബുവത്തിന് തൊട്ടു മുമ്പ്, നാലാമതായി ഇസ്രാ മിഅ്റാജിന് പോകുന്ന സമയത്ത്. ഇങ്ങനെ 4 സന്ദർഭങ്ങളിലാണ് നബിതങ്ങളുടെ ഹൃദയം പിളർന്നതായ, നെഞ്ച് പിളർന്നതായ സംഭവം ഉണ്ടായത്. ഈ ഓരോ സമയത്തും ഓരോ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഇങ്ങനെ ഒരു തർത്തീബ് ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും തന്റെ സഹോദരിയും ഒക്കെയായി ആടിനെ മേയ്ക്കാൻ പോയ സമയത്ത് ഒരു ദിവസം സഹോദരി വെപ്രാളപ്പെട്ട് ഓടി വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഉമ്മായോട് പറയുകയാണ്, ഉമ്മ, ആ ഖുറൈശിയായ സഹോദരനെ ആരൊക്കെയോ വന്ന് കൊലപ്പെടുത്തി കളഞ്ഞു എന്ന് അവർ വെപ്രാളത്തിൽ പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ ഓടി അവിടെ പോയി നോക്കുമ്പോൾ നബിതങ്ങള് ആഫിയത്തോടു കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ നബിതങ്ങളുടെ മുഖം വിവർണമായിരിക്കുന്നു. ചോദിച്ചു, എന്ത് പറ്റും മകനെ? നബിതങ്ങൾ മുഴുവനും വിശദീകരിച്ചു. 2 ആളുകൾ വന്നു, എന്നെ പിടിച്ചു കിടത്തി, എന്റെ നെഞ്ച് കീറുകയുണ്ടായി. അവിടെ നിന്നും ഹൃദയത്തെ പുറത്തെടുക്കുകയും സംസം വെള്ളം കൊണ്ട് കഴുകുകയും ശേഷം തിരിച്ച് ഹൃദയം അതുപോലെ വെക്കുകയും നെഞ്ചിനെ തുന്നിക്കെട്ടുകയും ചെയ്തു. അവർ നോക്കുമ്പോൾ അതുപോലെ തന്നെ നബിതങ്ങളുടെ നെഞ്ചിൽ ആ അടയാളം ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന്റെ അടയാളമുണ്ടായി. പിൽക്കാലത്തും ആ അടയാളം അതുപോലെ നിലനിന്നിരുന്നു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ ഖാദിമായ അനസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്തിട്ടുണ്ട്, നബിതങ്ങളുടെ നെഞ്ചിൽ ആ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് സാധാരണ പൊതുവെ കുഞ്ഞുങ്ങളിൽ ദുനിയാവിനോട്, കളിയോട്, തമാശയോട്, കുട്ടിത്തം, ഇതിനോടൊക്കെയുള്ള താല്പര്യങ്ങൾ പൊതുവെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ മറ്റു കുഞ്ഞുങ്ങളെ പോലെയല്ല, മറ്റു കുട്ടികളെ പോലെ കളിച്ചു വളർന്ന് നടക്കേണ്ട കുട്ടിയല്ല. ഇത് പ്രവാചകനാകേണ്ട, പ്രവാചകനാകേണ്ട കുട്ടിയാണ്. അതുകൊണ്ട് ആ കുട്ടിത്തത്തിന്റെ കാര്യങ്ങളൊക്കെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി അള്ളാഹുവിന്റെ മാരിഫത്തും ഇൽമും നൂറും ഒക്കെ കൊണ്ട് നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇവരെല്ലാവരും പേടിച്ചു. അങ്ങനെ ഹലീമ ബീവിയും ഭർത്താവും കൂടി ഒരു ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോയി.
ഈ കുഞ്ഞിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി അവർ പേര് ചോദിച്ചു, സ്ഥലം ചോദിച്ചു, വാപ്പായുടെ പേര് ചോദിച്ചു, കുടുംബം ചോദിച്ചു, എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം പറഞ്ഞു, ഈ കുഞ്ഞ് ഭാവിയിൽ വരാനിരിക്കുന്ന പ്രവാചകനാണ്. നബിയു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് മുഴുവൻ വേദഗ്രന്ഥങ്ങളിലും പറയപ്പെട്ടിരിക്കുന്നു. ആ മകനാണ് ഇത് ആകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ മകനെ നിങ്ങളിവിടെ നിർത്തിയേക്കരുത്. ഈ മകന്റെ ജീവന് ഭീഷണി ഉണ്ടാകും. ഈ മകന്റെ ജീവന് ഭീഷണിയാണ്. ഇതും കൂടെ കേട്ടപ്പോൾ അവർക്ക് പേടിയായി. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ മകനെ തിരിച്ചു കൊണ്ടേൽപ്പിക്കാമെന്ന് തീരുമാനിച്ചു. അവർ കൊണ്ടുവന്ന് ആമിന ബീവിയെ ഏൽപ്പിക്കുകയുണ്ടായി. ആമിന ബീവി അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾ വലിയ താല്പര്യത്തിലല്ലേ കൊണ്ടുപോയത്, പിന്നെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവന്നത്? അവർ പറഞ്ഞു, ഇല്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും നിർബന്ധിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായി, അതുകൊണ്ട് ഈ മകന്റെ ജീവന് ഞങ്ങൾക്ക് ഭീഷണി, പേടിയുണ്ടായി എന്ന് പറഞ്ഞു. ആമിന ബീവി പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ മകന് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണമായ ഉറപ്പുണ്ട്. എന്തായാലും മകനെ ഒരുപാട് നാളായി വേർപിരിഞ്ഞിരിക്കുകയാണ്. ഒടുവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഉമ്മായുടെ അടുക്കൽ തന്നെ വളരാൻ തുടങ്ങി. കുറച്ചു നാളുകൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് ആമിന ബീവി തന്റെ നാടായ, തന്റെ കുടുംബമായ മദീനയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. തന്റെ കുടുംബക്കാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാം, വാപ്പായുടെ ഖബർ കാണിച്ചു കൊടുക്കാം. ആ ലക്ഷ്യവുമായിട്ട് അവർ മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്ന് 1 മാസം താമസിച്ചു. അവിടെയും ഇതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായി. യഹൂദി പുരോഹിതന്മാരും മറ്റുമൊക്കെ നബിതങ്ങളെ വന്ന് നോക്കുമായിരുന്നു, നോക്കി അത്ഭുതപ്പെടുമായിരുന്നു. ഇങ്ങനെ പല സംഭവങ്ങളും അവിടെ നടന്നു. നബിതങ്ങളുടെ പ്രവാചകത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായ സംഭവം. ഇതൊക്കെ കണ്ടപ്പോ ആമിന ബീവിക്കും വലിയ പേടിയായി. എന്തെങ്കിലും മകന് സംഭവിച്ചു പോകുമോ എന്ന പേടിയിൽ അവർ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചു. അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിക്ക് അബവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബിതങ്ങൾ ഉണ്ടായിരുന്നു, ആമിന ബീവി ഉണ്ടായിരുന്നു, അടിമയായ ഉമ്മു ഐമൻ ഉണ്ടായിരുന്നു. അബ്ദുള്ളയുടെ അടിമയായിരുന്നു. അബ്ദുള്ളയുടെ മരണത്തിന് ശേഷം ആമിന ബീവിയുടെ കൈകളിലേക്ക് വന്നു. ആമിന ബീവിയുടെ മരണത്തിന് ശേഷം നബിതങ്ങളുടെ ഉത്തരവാദിത്വത്തിലേക്ക്, ഉടമസ്ഥതയിലേക്ക് വന്നായിരുന്നു ഉമ്മു ഐമൻ. ഇവര് 3 പേരുമായിരുന്നു ഉണ്ടായിരുന്നത്. അബവ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവിക്ക് രോഗം ബാധിക്കുകയും അങ്ങനെ അവർ അവിടെ വഫാത്താവുകയും ചെയ്തു. നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 6ാമത്തെ വയസ്സിലാണ്. ഉമ്മായെ കണ്ട് കൊതി തീർന്നിട്ടില്ല, ഉമ്മായുടെ കൂട്ടത്തിൽ കഴിഞ്ഞ് കൊതി തീർന്നിട്ടില്ല, വാപ്പായെ കണ്ടിട്ട് പോലുമില്ല. ഒന്നാമതായിട്ട് ആ വിഷമം. അതിനോടൊപ്പം ഇതാ 6 വയസ്സായപ്പോൾ എന്റെ ഉമ്മായെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിനുമുപരിയായി അങ്ങനെ ഒരു വിജനമായ പ്രദേശത്ത് തന്റെ ഉമ്മായെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഞ്ഞു കുട്ടിയുടെ വിഷമം എത്ര വലുതായിരിക്കും. നബിതങ്ങൾ ഹദീസിലൂടെ പറയുന്നുണ്ട്. ആ സമയത്തുണ്ടായ സന്ദർഭങ്ങളെ കുറിച്ച് ഹദീസിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കരഞ്ഞു, പൊട്ടി കരഞ്ഞു എന്റെ ഉമ്മായുടെ വിയോഗം ഓർത്തിട്ട്. ഒടുവിൽ അവർ 2 പേരും കൂടി ആമിന ബീവിയെ അവിടെ ദഫൻ ചെയ്യുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മണ്ണ് കോരി മാറ്റിയ സംഭവമൊക്കെ ഹദീസിലൂടെ വരുന്നുണ്ട്. എത്ര വലിയ ത്യാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ചെറുപ്പം മുതലേ അനുഭവിച്ചത്. ഈ ത്യാഗവും ഈ കഷ്ടപ്പാടും ഒക്കെ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ വാർത്തെടുക്കുകയായിരുന്നു. ഈ ലോകത്തുള്ള മുഴുവൻ സമൂഹങ്ങളെയും നേതൃത്വം നിർവഹിക്കേണ്ടതാണ്. ഈ മുഴുവൻ സമൂഹങ്ങളെയും സന്മാർഗം കാണിച്ചു കൊടുക്കേണ്ടതാണ്. അതിനൊത്തതായ മനോബലം നബിതങ്ങൾക്ക് ഉണ്ടാകണം. അതിനുവേണ്ടി നബിതങ്ങളെ ചെറുപ്പം മുതലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടത്തി തങ്ങളെ മനസ്സിന്റെ ശക്തിയെ വാർത്തെടുക്കുകയായിരുന്നു. നബിതങ്ങളെ തർബിയത്ത് കൊടുക്കുകയായിരുന്നു. ഉമ്മ നഷ്ടപ്പെട്ടു, വാപ്പ നഷ്ടപ്പെട്ടു. മഹാന്മാര് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ തർത്തീബുകളൊക്കെ അല്ലാഹു നൽകിയത് എന്തിനായിരുന്നുവെന്നാൽ നബിതങ്ങളുടെ മുഴുവൻ മഹത്വവും, നബിതങ്ങളുടെ മുഴുവൻ കമാലിയത്തുകളും അത് അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുന്നതിന് വേണ്ടിയായിരുന്നു. സാധാരണ ഒരു മകനിൽ എന്തെങ്കിലുമൊക്കെ നന്മകൾ കണ്ടാൽ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ കണ്ടാൽ അവന്റെ ഉമ്മായുടെ ഗുണമാണതെന്ന് സാധാരണ പറയും, അല്ലെങ്കിൽ അവന്റെ വാപ്പായുടെ ഗുണമാണതെന്ന് പറയും, അല്ലെങ്കിൽ അവന്റെ ഉസ്താദിന്റെ മഹത്വമാണ് ഇതൊക്കെ അവരിൽ കാണപ്പെടുന്നത് എന്ന് പറയാറുണ്ട്. ഇതൊക്കെയാണ് പൊതുവെ ഒരു മനുഷ്യന്റെ നന്മകളിൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നതായ കമാലിയത്തുകളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. ഇത് അവന്റെ ഉസ്താദിന്റെ ഗുണമാണ്, ഇന്ന ഉസ്താദിന്റെ അടുക്കലാണ് അവൻ പഠിച്ചത്, അതിന്റെ പ്രത്യേകതയാണ് അവനിലുള്ളത്. അവന്റെ വാപ്പ ഇന്ന ആളാണ്, അവന്റെ ഉമ്മ ഇന്ന ആളാണ്, അതിന്റെ മഹത്വമാണ് അവനിൽ കാണുന്നത്
ഇതൊക്കെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് ഇതൊന്നും പറയാൻ പാടില്ല. തങ്ങളുടെ മുഴുവൻ പ്രത്യേകതകളും തങ്ങളുടെ മുഴുവൻ മഹത്വവും അത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയപ്പെടണം. അതിനുവേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉമ്മായെ എടുത്തു മാറ്റി, വാപ്പായെ എടുത്തു മാറ്റി. ദുനിയാവിൽ നബി തങ്ങൾക്ക് ഒരു ഉസ്താദും ഉണ്ടായിരുന്നില്ല. ഒരു ഉസ്താദിൽ നിന്ന് നബി തങ്ങൾ പഠിച്ചിട്ടില്ല. അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. എനിക്ക് മര്യാദ പഠിപ്പിച്ചത്, എനിക്ക് അദബ് പഠിപ്പിച്ചത് എന്റെ റബ്ബാണ്. വളരെ ഉന്നതമായ നിലയിൽ അള്ളാഹു എനിക്ക് അദബ് നൽകുകയുണ്ടായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അപ്പൊ ഈ രീതിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നടന്നതായ ഓരോ കാര്യങ്ങളും തങ്ങൾ ഭാവിയിലേക്ക് എത്താൻ പോകുന്ന ആ മർത്തബയിലേക്ക് എത്താനുള്ളതായ പടികളായിരുന്നു. തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വാർത്തെടുക്കുകയായിരുന്നു. ഉമ്മായുടെ മരണത്തിന് ശേഷം, വഫാത്തിന് ശേഷം പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കരങ്ങളിലേക്ക്, അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയുണ്ടായി. അതിനുശേഷം നടന്നതായ സംഭവങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ, പഠിക്കാൻ, അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.